മലയാളത്തിൻ്റെ മഹാസാഹിത്യകാരൻ ശ്രീ MT വാസുദേവൻ നായർ മലയാള ദിനത്തിന് സമ്മാനിച്ച ഒരു പ്രതിജ്ഞയുണ്ട്. അതിങ്ങനെയാണ്: മലയാളമാണ് എൻ്റെ ഭാഷ, എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർവെള്ളമാണ്, എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്. ഏതു നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ്. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്. ഈ വാചകം മനസ്സിൽ വെച്ചുകൊണ്ട് മാതൃഭാഷയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു പാഠം നമുക്ക് പരിചയപ്പെടാം. ഇന്ത്യൻ സിനിമയിൽ അറിയപ്പെടുന്ന അഭിനേതാവും നിർമ്മാതാവുമായ ശ്രീ പ്രകാശ് രാജ് എഴുതിയ നമ്മെ വിഴുങ്ങുന്ന മൗനം എന്ന പുസ്തകത്തിൽ നിന്നും എടുത്തതാണ് മാതൃഭാഷ നമ്മുടെ ഉള്ളിലൊഴുകുന്ന ജീവനദി എന്ന ലേഖനം. ഈ ലേഖനം കുട്ടികൾക്ക് വായിക്കുന്നതോടൊപ്പം തന്നെ കേൾക്കാനും സാധിക്കുന്ന വിധത്തിൽ രൂപപ്പെടുത്തിയ വീഡിയോയാണിത്. ഓഡിയോ എഫക്റ്റ് പൂർണ്ണമായി ആസ്വദിക്കാൻ ഹെഡ്ഫോൺ ഉപയോഗിച്ച് കേൾക്കാൻ ശ്രമിക്കുക. പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഇതിൽ ഓഡിയോ രൂപത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതും കൂടി ശ്രദ്ധിച്ചുകൊള്ളുക. മലയാളമാണെൻ്റെ ഭാഷ, എന്തു സുഖമാണതു കേൾക്കാൻ. ഞങ്ങൾ പഠിക്കുമീ ഭാഷ, ഞങ്ങൾ നന്നായി പഠിക്കുമീ ഭാഷ. കുറേ വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ്. മകൾക്കപ്പോൾ 5 വയസ്സ്. പരീക്ഷ കഴിഞ്ഞ് വേനലവധി ആരംഭിച്ചു. തോട്ടത്തിലെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അവധിയുടെ ആഹ്ലാദം അനുഭവിക്കുന്നവരായ ഞാനും അവളും പച്ചക്കറി വാങ്ങാനായി പുറപ്പെട്ടു. അതിനു മുമ്പ് ഞങ്ങൾ ഒരു കരാറിലെത്തിയിരുന്നു. അതായത് പച്ചക്കറി വിൽപ്പനക്കാരോട് അവൾ തന്നെ വിലപേശി നിശ്ചയിക്കണം. ഞാൻ അതിലൊന്നും തലയിടാൻ പാടില്ല. മഹാബലിപുരം എന്ന ചെറിയ ഗ്രാമത്തിലെ വഴിയോരത്തുള്ള പച്ചക്കറി കടയാണ്. മകൾ ചെന്ന് കടയിലുണ്ടായിരുന്ന വൃദ്ധയുടെ മുമ്പിൽ നിന്ന് മുളകിന് ചില്ലി, വഴുതനയ്ക്ക് ബ്രിഞ്ചാൾ, ഉരുളക്കിഴങ്ങിന് പൊട്ടറ്റോ, ഇങ്ങനെ എല്ലാ പച്ചക്കറികളുടെയും പേര് ഇംഗ്ലീഷിൽ പറഞ്ഞ് ആവശ്യപ്പെടുകയാണ്. കടയിലെ വൃദ്ധയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒടുവിൽ ഓരോരോ പച്ചക്കറിയും കൈകൊണ്ട് തൊട്ട് അവരെ കാണിച്ച് ഇതു വേണം അതു വേണം എന്ന് പറഞ്ഞു വാങ്ങി. അടുത്തുനിന്ന് നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ ഉള്ളിൽ കോപം തിളച്ചുമറിഞ്ഞു. ഒപ്പം അവാച്യമായ ഒരു വേദനയും തോന്നി. എൻ്റെ മകൾ മാതൃഭാഷ ശരിക്കും പഠിച്ചില്ലെങ്കിൽ എന്താകും പറയൂ? വീട്ടിൽ വന്ന ശേഷം ഞാനും ഭാര്യയും തമ്മിൽ വഴക്ക്. കാരണം എൻ്റെ മകളെ സ്കൂളിൽ ചേർക്കുമ്പോൾ മാതൃഭാഷയ്ക്ക് പ്രാധാന്യം നൽകാതെ ഹിന്ദി, ഫ്രഞ്ച് തുടങ്ങിയ അന്യഭാഷകൾ പഠിച്ചാൽ ഭാവിയിൽ പ്രയോജനമുണ്ടാകുമെന്ന് ആലോചിച്ചത് അവളാണ്. മാതൃഭാഷ നിർബന്ധമായും പഠിക്കണമെന്ന് ശഠിക്കുന്നവനായിരുന്നു ഞാൻ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 2 ചോദ്യങ്ങൾ ഈ ഭാഗത്ത് വരുന്നുണ്ട്. ശ്രദ്ധിക്കുക. മകൾക്ക് മാതൃഭാഷ അറിയാതിരുന്നത് ലേഖകനിൽ കോപവും ഉത്കണ്ഠയും നിറച്ചത് എന്തുകൊണ്ടായിരിക്കും? കണ്ടെത്തി അവതരിപ്പിക്കുക. അല്ലെങ്കിൽ മാതൃഭാഷയുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് പ്രകാശ് രാജിൻ്റെ ഉത്കണ്ഠകൾ എന്തെല്ലാം വിലയിരുത്തുക. മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കുട്ടികളിൽ അത് വളർത്തിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമുള്ള ഗൗരവകരമായ ഒരു സന്ദേശമാണ് ഈ പാഠഭാഗം നൽകുന്നത്. തനതായ ഭാഷയെ അവഗണിച്ച് അന്യഭാഷകൾക്ക് അമിത പ്രാധാന്യം നൽകുന്ന ആധുനിക വിദ്യാഭ്യാസ രീതിയെ ഇതിൽ വിമർശിക്കുന്നു. തൻ്റെ മകൾക്ക് പ്രാദേശിക പച്ചക്കറി കച്ചവടക്കാരിയുമായി സംസാരിക്കാൻ സാധിക്കാതെ വന്ന സാഹചര്യത്തിലൂടെ ഭാഷാപരമായ വിടവ് രചയിതാവ് വ്യക്തമാക്കുന്നുണ്ട്. മാതൃഭാഷ കൈവിട്ടു പോകുന്നത് സാംസ്കാരികമായ ഒരു അകൽച്ചയ്ക്ക് കാരണമാകുമെന്ന് പിതാവിൻ്റെ വേവലാതികളിലൂടെ ഇവിടെ പ്രകടമാകുന്നു. മക്കളുടെ ഭാവി മെച്ചപ്പെടുത്താൻ ഇംഗ്ലീഷിനും മറ്റു വിദേശ ഭാഷകൾക്കും മുൻഗണന നൽകുന്ന മാതാപിതാക്കളുടെ കാഴ്ചപ്പാടിനെ ഈ കഥാസന്ദർഭം ചോദ്യം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ സ്വാഭാവികമായ വിനിമയത്തിന് മാതൃഭാഷയുടെ അറിവ് എത്രത്തോളം അത്യാവശ്യമാണെന്ന് ഈ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മലയാളമാണെൻ്റെ ഭാഷ, എന്തു സുഖമാണതു കേൾക്കാൻ. അമ്മ ചൊല്ലിത്തന്ന ഭാഷ, ഞങ്ങൾക്കമ്മയെ പോലെ ഈ ഭാഷ. എൻ്റെ മാതൃഭാഷ കന്നഡയാണ്. അത് പഠിക്കുക തന്നെ വേണമോ എന്ന ചോദ്യം എൻ്റെ ജീവിതത്തിൽ വന്നതേയില്ല. മുട്ടുകാലിൽ നടക്കുന്നത് പോലെ സ്വാഭാവികമായി സരളമായി ഞാനത് പഠിച്ചു.
ഇപ്പോൾ കന്നഡ, തമിഴ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങി പല ഭാഷകൾ എന്നിൽ കുടികൊള്ളുന്നുണ്ട്. മാതൃഭാഷയായ കന്നഡയൊഴികെ മറ്റെല്ലാ ഭാഷകളും എൻ്റെ ആവശ്യങ്ങൾക്കായി, തൊഴിലിനായി പഠിച്ചതാണ്. എൻ്റെ മാതൃഭാഷയിൽ സ്പഷ്ടമായി എഴുതാനും വായിക്കാനും എനിക്കറിയാം. എൻ്റെ ഭാഷയിലെ ശ്രേഷ്ഠരായ സാഹിത്യകാരരെ, അവർ രചിച്ച സാഹിത്യകൃതികളെ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ ചിന്തകൾ എന്നെ ഒരു ശില്പമെന്ന പോലെ കൊത്തി രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ശ്വസിക്കുന്ന വായുവിനെ പോലെ, ഉണ്ണുന്ന ചോറുപോലെ, എൻ്റെ അമ്മ പറയുന്ന കഥകൾ കേട്ട് കേട്ട് എണ്ണിത്തീർന്ന നക്ഷത്രങ്ങളെപ്പോലെ, എൻ്റെ ഞരമ്പുകളിൽ ഒഴുകുന്ന രക്തത്തെപ്പോലെ കന്നഡ ഭാഷയും എൻ്റെ ഉള്ളിൽ ഒഴുകുന്നുണ്ട്. എൻ്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചതുകൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞത്. എൻ്റെ മാതൃഭാഷ കന്നഡ, എൻ്റെ മകളുടെ മാതൃഭാഷ തമിഴ്. എന്തുകൊണ്ടെന്നാൽ അവളുടെ അമ്മ തമിഴ്നാട്ടുകാരിയാണ്. അവൾ ജനിച്ചു വളർന്ന പരിസരവും തമിഴാണ്. മാതൃഭാഷ സ്ഫുരിക്കുന്ന മധുരമായ രുചി എൻ്റെ മകൾ അറിഞ്ഞില്ലല്ലോ എന്നതായിരുന്നു അന്നത്തെ എൻ്റെ ഉത്കണ്ഠയ്ക്കും കോപത്തിനും കാരണം. കേവലം സമ്പദിക്കുന്നതിന് മാത്രമുള്ളതാണ് ഭാഷയെന്ന് ഇന്നത്തെ തലമുറ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനപ്പുറം ഒരു ഭാഷയുടെ മഹത്വം അവർക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഭാഷയെന്ന് പറയുന്നതിന് നമ്മുടെ ആവിഷ്കാരത്തിൻ്റെ രൂപമാണ്. സുഖദുഃഖങ്ങൾ വ്യക്തമാക്കുന്ന വാഹിനിയാണത്. നമ്മൾ ജീവിക്കുന്ന പ്രദേശത്ത് നമുക്ക് ചുറ്റുമുള്ള ജനം ഏതു ഭാഷയാണോ സംസാരിക്കുന്നത് അത് ശുദ്ധമായി സംസാരിക്കുക എന്നതാവും നാം അവർക്ക് നൽകുന്ന ആദരം. ഞാൻ നിങ്ങളെപ്പോലെയല്ല, വ്യത്യസ്തനാണ് എന്നു സ്ഥാപിക്കാൻ വേണ്ടി സംസാരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള സംസ്കാര ശൂന്യതയോടാണ്. ഈ ഭാഗത്തു നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 2 ചോദ്യങ്ങൾ വരുന്നുണ്ട്. അവ ഇതാണ്, ശ്രദ്ധിക്കുക. എൻ്റെ മാതൃഭാഷ കന്നഡയാണ്. അത് പഠിക്കുക തന്നെ വേണമോ എന്ന ചോദ്യം എൻ്റെ ജീവിതത്തിൽ വന്നതേയില്ല. മുട്ടുകാലിൽ നടക്കുന്നത് പോലെ സ്വാഭാവികമായി, സരളമായി ഞാനത് പഠിച്ചു. എൻ്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചതുകൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞത്. ലേഖകൻ്റെ ഈ അഭിപ്രായങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പ്രതികരിക്കുക. ഒരു വ്യക്തിയുടെ മാതൃഭാഷയുമായുള്ള ആഴത്തിലുള്ള ബന്ധത്തെയും അത് ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെയും കുറിച്ച് വിവരിക്കുന്നു. മാതൃഭാഷയിൽ അനായാസം എഴുതാനും വായിക്കാനും സാധിക്കുന്നത് മറ്റു ഭാഷകൾ വേഗത്തിൽ പഠിക്കാൻ തന്നെ സഹായിച്ചുവെന്ന് ലേഖകൻ ഇതിൽ വ്യക്തമാക്കുന്നു. പ്രശസ്തരായ എഴുത്തുകാരുടെ കൃതികൾ തൻ്റെ ചിന്തകളെയും വ്യക്തിത്വത്തെയും ശില്പം പോലെ രൂപപ്പെടുത്തിയതായി അദ്ദേഹം കരുതുന്നു. വായുവിനോടും ഭക്ഷണത്തോടും രക്തത്തോടും ഭാഷയെ ഉപമിച്ചുകൊണ്ട് അത് തൻ്റെ അസ്തിത്വത്തിൻ്റെ അവിഭാജ്യ ഘടകമാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. സ്വന്തം ഭാഷയിലുള്ള ഉറച്ച അറിവാണ് ഒരാളുടെ ബൗദ്ധികമായ വളർച്ചയ്ക്ക് അടിത്തറ പാകുന്നത് എന്ന ആശയമാണ് ഈ വരികൾ മുന്നോട്ട് വയ്ക്കുന്നത്. മാതൃഭാഷയോടുള്ള സ്നേഹവും ബഹുമാനവും തുളുമ്പുന്ന ലളിതമായ ഒരു ആത്മകഥമാണിത്. അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾക്കമ്മയെ പോലെ ഈ ഭാഷ. അടുത്ത കാലത്ത് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ പരിപാടിക്ക് അതിഥിയായി പോയിരുന്നു. 100 കണക്കിന് യുവാക്കളും യുവതികളുമായി സംവദിക്കാൻ അവസരം കിട്ടി. അവിടെ കൂടിയവർ വിദ്യാസമ്പന്നരും വലിയ ശമ്പളം വാങ്ങുന്നവരുമായിരുന്നു. എല്ലാവരും സ്റ്റൈലായി ഇംഗ്ലീഷിൽ സംസാരിച്ചു. ഒരു ചെറുപ്പക്കാരനോട് നിങ്ങളുടെ സ്ഥലം ഏതാ എന്നു ഞാൻ ചോദിച്ചു. ചിക്കമംഗളൂരിനടുത്തുള്ള ഒരു ഗ്രാമം, അയാൾ പറഞ്ഞു. പിന്നെന്താ കന്നഡയിൽ സംസാരിക്കാത്തത്? സർ, ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്, അതുകൊണ്ട് കന്നഡ ശരിക്കറിയില്ല. അയാളുടെ വാക്കുകേട്ട് ചിരിയും കോപവും ഒരുമിച്ച് വന്നു. ഈ ചെറുപ്പക്കാരൻ്റെ അന്നത്തെ ഉത്തരം ഭാവി ജനതയിലെ എല്ലാവരുടെയും ഉത്തരമായാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. നഗരകേന്ദ്രീകൃത വിദ്യാലയങ്ങളിൽ മാതൃഭാഷയെ കയ്യും കാലും കെട്ടി മൂലയിലിരുത്തിയിരിക്കുകയാണ്. വീടുകളിലും അത് തന്നെ ഗതി. ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ തത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്. മാതൃഭാഷ പഠിക്കാത്ത നമ്മുടെ മക്കൾ നമ്മോടൊപ്പമുള്ളപ്പോഴും അന്യരല്ലേ? മനുഷ്യർക്ക് ജീവിതത്തിൻ്റെ അനിവാര്യതയും ആവശ്യവും കാരണം എത്ര ഭാഷ വേണമെങ്കിലും പഠിക്കാം. ഇംഗ്ലീഷിൽ സംസാരിക്കാനും എഴുതാനും പഠിപ്പിക്കുന്നത് സന്തോഷകരമായ കാര്യം തന്നെ. പക്ഷേ ഇംഗ്ലീഷ് അറിയില്ല എന്നത് തന്നെ തെറ്റാണെന്നും ജീവിതത്തിലെ ദുരന്തമാണെന്നും കരുതുന്നുണ്ടല്ലോ. ഇതെത്രത്തോളം ശരിയാണ്? അയ്യോ, എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല എന്നൊരു നാട് തന്നെ അപകർഷബോധത്തോടെ അലയുന്നത് ദുരന്തമല്ലേ? അതുപോകട്ടെ, ഇംഗ്ലീഷിൽ നെഗളിച്ച് നടക്കുന്നുണ്ടല്ലോ ചിലർ. അവരെങ്കിലും ആ ഭാഷ ശരിക്കും പഠിച്ചിട്ടാണോ സംസാരിക്കുന്നത്? അതുമല്ല, ഷേക്സ്പിയർ, വേർഡ്സ്വർത്ത്, കീറ്റ്സ്, ഹെമിംഗ്വേ, മിൽട്ടൺ തുടങ്ങി ഇംഗ്ലീഷിലെ ഏതു ചിന്തകരെക്കുറിച്ചും ഒന്നും അറിയില്ല. ആംഗല ഭാഷയുടെ സൗന്ദര്യം, സാഹിത്യം, ദർശനങ്ങൾ തുടങ്ങിയവ ഒന്നും അറിയാതെ കേവലം വ്യാപാരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ട ചില പദങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് എനിക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സമ്മതിക്കുക? ഭാഷ എന്നത് കേവലം പദബന്ധമാണെന്ന് മനസ്സിലാക്കിയവർക്ക് ജീവിതം തന്നെ അറിയില്ല എന്നർത്ഥം, ജീവിക്കാനും അറിയില്ല എന്നർത്ഥം.
ഇക്കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് ഷേക്സ്പിയറുടെ ഇംഗ്ലീഷിൻ്റെ സൗന്ദര്യവും മനസ്സിലാവില്ല. ഡൊണാൾഡ് ട്രംപിൻ്റെ ഇംഗ്ലീഷിന് പിറകിലുള്ള ക്രൗര്യവും മനസ്സിലാവില്ല. ഭാഷ മനുഷ്യ ജീവിതത്തെയും അവരുടെ ധാരണകളെയും അതേപോലെ പ്രതിഫലിപ്പിക്കുന്നു. തെലുങ്ക് നാട്ടിലെ വരൾച്ച കൊണ്ട് കഷ്ടപ്പെടുന്ന രായലസീമയിൽ ആരെങ്കിലും തെറ്റ് ചെയ്താൽ, ചെയ്ത പാപങ്ങളൊന്നും ദഹിക്കാനാവാതെ നീ വയറുപൊട്ടിച്ചാവും, നോക്കിക്കോ എന്ന് കഠോരമായി ശകാരിക്കും. എന്നാൽ ഗോദാവരി, കൃഷ്ണാനദീ തീരങ്ങളിലെ ജനം, നീ ചെയ്ത പാപങ്ങളൊക്കെയും ഭാവിയിൽ ഒരു ദിവസം ഫലമായി വീഴും, നോക്കിക്കോ എന്ന് പഴങ്ങളെ രൂപകങ്ങളായി ഉപയോഗിച്ച് നയത്തിൽ ശകാരിക്കും. എന്തുകൊണ്ടെന്നാൽ സമൃദ്ധമായി മരങ്ങളുള്ള പ്രദേശമാണത്. അവർ പറയുന്ന വാക്കുകളിൽ അവിടുത്തെ ജനതയുടെ ജീവിതവും പ്രാദേശികമായ സമ്പൽ സമൃദ്ധിയും ഒക്കെ കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഭാഷ പഠിക്കുകയെന്നാൽ അതിലൂടെ ആ ജനതയുടെ സംസ്കാരത്തെ അറിയുക എന്നുകൂടിയാണ് അർത്ഥം എന്ന് പറയുന്നത്. ഒരു നാടിൻ്റെ വിചാരധാരയെ, ജീവിതത്തെ രേഖപ്പെടുത്തിയ അനേകം എഴുത്തുകാരെ അറിയാതെ കേവലം വ്യാപാരത്തിനു വേണ്ടി മാത്രം ഭാഷ പഠിക്കുന്ന മനസ്ഥിതി ഉള്ളതുകൊണ്ടാണ് നാം നമ്മുടെ അസ്തിത്വം തന്നെ കളഞ്ഞുകുളിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയെ കവചമാക്കിക്കൊണ്ട് ആ ഭാഷ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ജീവിതം തന്നെ വ്യർത്ഥമാണെന്ന് പേടിപ്പിക്കുകയാണ്. ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിന് മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധം അവരുടെ ഭാഷയായിരുന്നു. മനുഷ്യൻ ഏതു ഭാഷയാണോ സംസാരിക്കുന്നത് ആ നാടിൻ്റെ ആളായി മാറുമെന്ന സത്യം അവർക്ക് നന്നായി അറിയാമായിരുന്നു. ഇളയച്ഛൻ, ഇളയമ്മ, വല്യച്ഛൻ, അമ്മാമൻ, ഇങ്ങനെ കൂട്ടുകുടുംബമായി ജീവിക്കുന്ന നമ്മുടെ സംസ്കാരത്തിലില്ലാത്ത ഭാഷയെ ഒരു ചോദ്യം പോലും ചോദിക്കാതെ നമ്മുടെ വീട്ടിൽ അനുവദിച്ചതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളെല്ലാം അങ്കിളും ആൻറ്റിയുമായി തീർന്നിരിക്കുന്നു. ബന്ധങ്ങളുടെ സംജ്ഞകൾ നഷ്ടപ്പെടുന്നത് ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നത് പോലെ തന്നെയല്ലേ? ഈ ഭാഗത്തു നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിനുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധം അവരുടെ ഭാഷയായിരുന്നു. മനുഷ്യൻ ഏതു ഭാഷയാണോ സംസാരിക്കുന്നത് ആ നാടിൻ്റെ ആളായി മാറും എന്ന സത്യം അവർക്ക് നന്നായി അറിയാമായിരുന്നു. പ്രകാശ് രാജിൻ്റെ ഈ വിലയിരുത്തലിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? ഈ അഭിപ്രായം ഭാഷയും സംസ്കാരവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെയാണ് വരച്ചു കാണിക്കുന്നത്. ഒരു അന്യഭാഷ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സംഭവിക്കുന്ന സാംസ്കാരിക അധിനിവേശത്തെ ഈ കുറിപ്പ് വ്യക്തമായി വരച്ചു കാണിക്കുന്നു. 1. സ്വത്വനഷ്ടം. ഒരു നാടിൻ്റെ വിചാരധാരയെയും ജീവിതത്തെയും അടയാളപ്പെടുത്തിയ എഴുത്തുകാരെ അറിയാതെ കേവലം വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഭാഷ പഠിക്കുന്നത് കൊണ്ടാണ് നാം നമ്മുടെ അസ്തിത്വം തന്നെ മറന്നുപോകുന്നത്. ഇംഗ്ലീഷ് ഭാഷയെ ഒരു കവചമാക്കി മാറ്റുകയും ആ ഭാഷ അറിയില്ലെങ്കിൽ ജീവിതം തന്നെ വ്യർത്ഥമാണെന്ന പേടി ആളുകളിൽ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. 2. ബന്ധങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും തകർച്ച. ഇളയച്ഛൻ, ഇളയമ്മ, വല്യച്ഛൻ, അമ്മാവൻ തുടങ്ങി കൂട്ടുകുടുംബ വ്യവസ്ഥയിലുണ്ടായിരുന്ന നമ്മുടെ സംസ്കാരത്തിലില്ലാത്ത ഇംഗ്ലീഷ് ഭാഷയെ നാം യാതൊരു ചോദ്യവും കൂടാതെ വീടുകളിൽ അനുവദിച്ചു. ഇതോടെ നമ്മുടെ ബന്ധങ്ങളെല്ലാം കേവലം അങ്കിളും ആൻറ്റിയുമായി ചുരുങ്ങി. ബന്ധങ്ങളുടെ പേരുകൾ, സംജ്ഞകൾ നഷ്ടപ്പെടുന്നത് ആ ബന്ധങ്ങൾ തന്നെ നഷ്ടപ്പെടുന്നതിന് തുല്യമാണ്. ചുരുക്കത്തിൽ, ബ്രിട്ടീഷുകാർ ഭാഷയിലൂടെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെയും ബന്ധങ്ങളെയും ചിന്തകളെയും അടിമുടി മാറ്റിയതെന്നും നാം അറിയാതെ തന്നെ എങ്ങനെ ആ നാടിൻ്റെ ആളുകളായി മാറിയെന്നും ഈ വിവരങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു. Rain, rain, go away. Come again another day. ഇംഗ്ലണ്ടിൽ ജനിച്ച് വെയിൽ കാണാത്ത കുട്ടികൾ റെയിൻ റെയിൻ ഗോ എവേ എന്ന് പാടുമ്പോൾ അതിനർത്ഥമുണ്ട്. പക്ഷേ മഴയില്ലാതെ തടാകങ്ങളും പുഴകളും വറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മണ്ണിൻ്റെ മക്കൾ റെയിൻ റെയിൻ ഗോ എവേ എന്ന് പാടാമോ? എങ്ങോട്ടു പോകുന്നു മേഘമേ, നിൽക്കുക നിൽക്കുക, ഞങ്ങൾക്കു നാലിറ്റു വെള്ളം പകരുക. അവർ പാടേണ്ടത് എങ്ങോട്ടു പോകുന്നു മേഘമേ, നിൽക്കുക ഞങ്ങൾക്ക്, നാലിറ്റു വെള്ളം പകരുക എന്നല്ലേ? ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഒരു കാരണവശാലും മാറ്റാനാവില്ല. ഞാൻ പിറന്ന ജാതിയുമായി എനിക്കൊരു ബന്ധവുമില്ല, അത് എൻ്റെ മേൽ വെറുതെ ചുമത്തപ്പെട്ടതാണ് എന്നതുകൊണ്ട് അതിനെ മാറ്റാം.
പക്ഷേ ആർക്കും അവരുടെ മാതൃഭാഷയെ മാറ്റാനാവില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അത് പെറ്റമ്മയെ മാറ്റുന്നത് പോലെയാവും. Rain, rain, go away. Come again another day.